നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ RRB NTPC പരീക്ഷയോട് അടുത്തിരിക്കുകയാണ്. നിങ്ങളിൽ പലവർക്കും സംശയം ഉണ്ടാവും എന്നായിരിക്കും പരീക്ഷ. പല സോഴ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും ഏകദേശം ഈ സമയത്ത് പരീക്ഷ ഉണ്ടെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് പലയിടത്തുനിന്നും കിട്ടിയിട്ടുണ്ടാവും. അതിൽ പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക മെയ് ജൂണിൽ ആയിരിക്കും പരീക്ഷ. ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ശരിക്കും മെയ് ജൂൺ എന്ന് പറയാനുള്ള കാരണം? മെയ് ജൂണിൽ പരീക്ഷ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എക്സാം ഡേറ്റ് എന്നാണ്, മെയ് ജൂൺ ആവാനുള്ള കാരണം, അതുപോലെ സേഫ് സ്കോർ. RRB NTPC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്താലാണ് എല്ലാ ലെവലും പാസ്സാകാൻ പറ്റുള്ളൂ. നമുക്കറിയാം പല ലെവലുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ലെവൽ 2, ലെവൽ 3, ലെവൽ 6 അങ്ങനെ ഒരുപാട് പോസ്റ്റുകളിലേക്കാണ് RRB NTPC പരീക്ഷ നടത്തുന്നത്. സോ എല്ലാ ലെവലിലും പാസ്സാവാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണ്ട വരും? സോ ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഡേറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്കറിയാം ഓൾറെഡി RRBയുടെ ജെയുടെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. 22 എന്നാണ്, 22-ാം തീയതിയാണ് ഏത് മാസം? ഏപ്രിൽ മാസം. അതുപോലെ നമുക്ക് പാരാമെഡിക്കൽ, ഓക്കെ, RRB പാരാമെഡിക്കൽ പോസ്റ്റുകളുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാണ്? 28, 29, അതുപോലെ 30, 28, 29, അതുപോലെ 30 ഏപ്രിൽ. ഈ 3 ദിവസങ്ങളിലായിട്ട് ഏത് നടത്തുന്നുണ്ടാവും? പാരാമെഡിക്കൽ നടത്തുന്നുണ്ടാവും. സോ നമ്മുടെ ഏപ്രിൽ മാസം അങ്ങനെ കഴിഞ്ഞു. ഏത് കഴിഞ്ഞു? ഏപ്രിൽ മാസം കഴിഞ്ഞു. സോ എന്തായാലും ഏപ്രിൽ മാസത്തിൽ പരീക്ഷയില്ല. നമുക്ക് 1 മാസത്തെ ഗ്യാപ്പ് എന്തായാലും കിട്ടും. ഇനി ഏപ്രിൽ മാസത്തിൽ ഇല്ല എന്ന് വെച്ചിട്ട് മെയ്യിലോ ജൂണിലോ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ പോവാലോ? എന്താ പ്രശ്നം പോയാൽ? അതിനൊരു ഉത്തരം കൂടി ഉണ്ട്. CGLന്റെ പരീക്ഷ. ഇത് SSCയുടെ കലണ്ടറാണ്. SSC കലണ്ടറില് നമുക്കറിയാം SSC CGLന്റെ പരീക്ഷ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലും കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലും. അതില് CGL പരീക്ഷ നടത്താൻ പോകുന്നത് ജൂൺ ജൂലൈക്ക് ഇടയിലാണ്. ജൂൺ ജൂലൈ 2024 ഇടയിലാണ് എന്ത് നടത്താൻ പോകുന്നത്? CGLന്റെ പരീക്ഷ. അതുപോലെ CHSL പരീക്ഷ നടത്താൻ പോകുന്നത് ജൂലൈ ഓഗസ്റ്റിന്റെ ഇടയിലാണ്. 25 കേട്ടോ, 2025. ഓക്കെ, സോ ഏകദേശം ജൂൺ പകുതി മുതൽ തുടങ്ങിയത് വിചാരിക്കുക. സോ ഏപ്രിലിൽ പാരാമെഡിക്കൽ അവസാനിച്ചു. ജൂൺ ജൂലൈയിൽ എന്ത് പറ്റി? ജൂൺ ജൂലൈയിൽ CGL തുടങ്ങി. സോ നമ്മുടെ അവസ്ഥ എന്താ? ഇവിടുത്തെ നമ്മുടെ അവസ്ഥ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ RRB പാരാമെഡിക്കൽ എപ്പോഴാണ്? ഏപ്രിൽ 30-ാം തീയതി വരെ പാരാമെഡിക്കൽ ഉണ്ട് അല്ലെ? പിന്നെ ആ SSC CGL തുടങ്ങുന്നു എന്ന് ജൂൺ ജൂലൈയില്. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ ആ സമയം, കാര്യം ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ ആരുണ്ട്? വീണ്ടും ഏതുണ്ട്? SSC CHSL ഉണ്ട്. അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി നടക്കാനും സാധ്യതയുണ്ട്. ജൂലൈ ഒക്കെ ആകുമ്പോൾ ഗ്രൂപ്പ് ഡിയും വരും. സോ പിന്നെ അങ്ങോട്ട് തള്ളുന്നതിൽ അർത്ഥമില്ല. സോ ഇതിന്റെ ഇടയില് ഈ ഏപ്രിൽ മാസം 30-ാം തീയതിക്കും ജൂൺ ജൂലൈക്കും ഇടയിൽ, സോ ഏകദേശം RRB NTPC നമുക്ക് ഏകദേശം എന്നത്തേക്ക് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RRB NTPC ഒരു മെയ് അതുപോലെ ജൂൺ ഈ 2 മാസങ്ങളിലായിട്ടായിരിക്കും നടത്തുക. അതിൽ മോസ്റ്റ് പ്രോബബിളി മെയ്യില് ഗ്രാജുവേറ്റ് ലെവലും ജൂൺ മാസത്തില് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുമായിരിക്കും നടത്തുക. 2 പരീക്ഷകളായിട്ടല്ല ഇത്തവണ NTPC വിളിച്ചിട്ടുള്ളത്, ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ്. മെയ് ഫുള്ളും ജൂൺ ഫുള്ളും. അത് ഫുൾ കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും മെയ് ജൂണിലേക്കായിരിക്കും ഏതുണ്ടാവുക? ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും SSC RRB NTPC ഉണ്ടാവുക. അതിന് കാരണം എന്താ? ഏപ്രിലിലെ പാരാമെഡിക്കലിലും ജൂൺ ജൂലൈയിൽ ഡേറ്റ് ഉള്ള CGL എല്ലാ കൊല്ലം നടത്തുന്നതാണ്. സോ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. സോ ഈ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം മെയ് ജൂണിലായിരിക്കും പരീക്ഷ. സോ ഒരുപാട് ഷിഫ്റ്റുകളായിട്ട് നടത്തണ്ടേ? നമുക്കറിയാം ഏകദേശം 65 ലക്ഷത്തോളം 2 ഉണ്ട്. 65 ലക്ഷത്തിന് മുകളിലുണ്ട്. RTI ഫയൽ ചെയ്തപ്പോൾ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ഏകദേശം 65 ലക്ഷം വെച്ചിട്ട് 2 പേർക്കും ഉണ്ട്. ഓരോ നമ്മുടെ ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ഏകദേശം 2 കൂടി കൂട്ടി 1 കോടിയുടെ മുകളിൽ ആൾക്കാരെ എഴുതാനുണ്ട്.
അങ്ങനെ വരുമ്പോൾ 2 മാസം തികയുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. എന്നാൽ നമുക്ക് വിചാരിക്കാം മെയ് ജൂണിലായിരിക്കും ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ മെയ് 1-ാം തീയതി എക്സാം തുടങ്ങുമെന്ന് വിചാരിക്കാം. അതുപോലെ പാരാമെഡിക്കലിന്റെ ഡേറ്റ് വന്നത് ഏകദേശം 30 ഡേയ്സ് മുന്നെയാണ്. ഓക്കെ, പാരാമെഡിക്കലിന്റെയും അതായത് RRB ALPയുടെയും ഡേറ്റ് വന്നത് 30 ദിവസം മുൻകൂട്ടി വന്നു. സോ നമുക്ക് 30 ദിവസം മുൻകൂട്ടി അറിയാൻ പറ്റും എന്നാണ് RRB NTPC നടക്കുക എന്നുള്ളത്. ഏകദേശം അതിൽ തന്നെ 15 ദിവസം മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 ദിവസം മുന്നേ നമുക്ക് സിറ്റി ഇന്റിമേഷനും 5 ദിവസം മുന്നേ നമുക്ക് ഏതും വരും, നമ്മുടെ ഹോൾ ടിക്കറ്റും വരും. സോ നമുക്ക് 15 ദിവസം മുന്നേ എന്തായാലും അറിയാൻ പറ്റും, 30 ദിവസം മുന്നേ എക്സാം ഡേറ്റ് വിടും. ഓക്കെ, സോ എന്തായാലും 30 ദിവസം മുന്നേ നമുക്ക് അറിയാൻ പറ്റും. സോ ഈ 30 ദിവസത്തിനെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് എങ്ങനെ ഈ ലാസ്റ്റ് ലാപ്പ്, ഫൈനൽ ലാപ്പ് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. തൽക്കാലം നമുക്ക് ഇവിടെ എക്സാം ഡേറ്റിനെ മനസ്സിലാക്കാം. എക്സാം ഡേറ്റ് നമുക്ക് ലോക്ക് ചെയ്യാം. എന്നായിരിക്കും എക്സാം ഡേറ്റ് വന്നിട്ട് മെയ് ജൂണിലായിരിക്കും. ഓക്കെ, എക്സാം ഡേറ്റ് മെയ് ജൂണിലായിരിക്കും. ഏകദേശം അതാണെന്ന് വിചാരിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ. ഉറപ്പിക്കാൻ പറ്റില്ല, RRBയുടെ കാര്യമാണ്, എല്ലാ കൊല്ലവും പരീക്ഷ നടത്തേണ്ടതാണ്, ഉറപ്പിക്കാൻ പറ്റില്ല. സ്റ്റിൽ മെയ് ജൂണിലായിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി മെയ് ജൂണിലാണ് പരീക്ഷ എന്ന് ഉറപ്പിച്ചു. നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫുകൾ നോക്കാം. 2019 നടത്തിയ RRB NTPC പരീക്ഷകളുടെ അൺറിസർവ്ഡിന്റെ കട്ട് ഓഫ് ആണ്, ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 2019 നടത്തിയിട്ടുള്ള RRB NTPCയുടെ അൺറിസർവ്ഡിന്റെ കട്ട് ഓഫ് നമ്മൾ തന്നിട്ടുള്ളത് ഇവിടെ. അതില് ഒരു 5 -5 മാർക്ക് ഏതിന് പോകുന്നുണ്ടാവും? OBCക്ക് പോകുന്നുണ്ടാവും. -10 to 20 മാർക്ക്. ഓക്കെ, നമുക്ക് കട്ട് ഓഫ് മനസ്സിലാക്കാം. 2019 NTPCയുടെ കട്ട് ഓഫ് ആണ് തന്നിട്ടുള്ളത്. എല്ലാ ലെവലുകളുടെയും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അൺറിസർവ്ഡിന്റെ കട്ട് ഓഫ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഏകദേശം -5. ഇതിൽ നിന്ന് 5 കുറച്ചാൽ അത് OBC കട്ട് ഓഫും, ഏകദേശം 10 മുതൽ 20 വരെ കുറച്ചാൽ SC ST കട്ട് ഓഫും ഇതിനകത്ത് നമുക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. ഏകദേശം രൂപം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഏകദേശം ഇപ്പൊ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ചെയ്യുന്ന ലെവൽ 6-ലാണ്. അതായത് സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ് പോലുള്ള പോസ്റ്റുകൾ, ഏറ്റവും ഉന്നത ലെവലിലുള്ള പോസ്റ്റുകൾ, ഏറ്റവും ഹൈ ലെവൽ പോസ്റ്റുകൾക്ക് പോയിട്ടുള്ള കട്ട് ഓഫ് മാക്സിമം ഒരു 85 ആണ്. ഓക്കെ, അടുത്ത് നോക്ക്, നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഒരു 87 പോയിട്ടുണ്ട്. എന്നാൽ ഏകദേശം 85ന്റെ ലെവലിലാണ്. നമുക്ക് നോക്കാം, ഏകദേശം ഏറ്റവും മുന്തിയ കട്ട് ഓഫ് 88 ഇവിടെ പോയിട്ടുണ്ട്. എന്നാൽ ഒരു 85+ ആണ് ഏകദേശം കട്ട് ഓഫ് എടുക്കാം. തിരുവനന്തപുരത്താണ് ഏറ്റവും കട്ട് ഓഫ് കുറവ് പോയിട്ടുള്ളത്. അതിന്റെ കാരണം ആപ്ലിക്കൻസ് കുറവായിരുന്നു. അതായിരുന്നു ആ തവണത്തെ കാരണം. നമുക്ക് ഏകദേശം മനസ്സിലായി എന്ത്, ഇതിനകത്ത് ഇത്രയും പോസ്റ്റുകൾ ഉണ്ടെങ്കിലും അതിനകത്ത് എല്ലാത്തിനും ക്വാളിഫൈ ആവണമെങ്കിൽ മിനിമം 85 മാർക്ക് വേണം. നമുക്കൊരു 70 ഉള്ളെങ്കിൽ കുറച്ച് ചിലപ്പോൾ 1-2 പോസ്റ്റിന് ക്വാളിഫൈ ആയേക്കാം. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും 80 മാർക്സിന്റെ, അത് നോർമലൈസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് കൂടി വരുന്നതായിരിക്കും ഈ 80-85 ഒക്കെ ആയത്. അത് കാര്യമാക്കണ്ട. 80ക്ക് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാത്തിനും ക്വാളിഫൈ ആവുള്ളൂ. സോ നമുക്കൊരു 80 മാർക്ക് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് വെക്കാം. ഓക്കെ, സോ കട്ട് ഓഫിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒന്ന്, നമ്പർ ഓഫ് വേക്കൻസീസ്, എത്ര വേക്കൻസീസ് ആ കൊല്ലം ഉണ്ട്. അടുത്ത, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, എത്ര കുട്ടികൾ ആ എക്സാം അറ്റൻഡ് ചെയ്തു. എത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ എത്ര കുട്ടികൾ അറ്റൻഡ് ചെയ്തു, അതുപോലെ പരീക്ഷയുടെ ബുദ്ധിമുട്ടും കുട്ടികളുടെ നിലവാരവും. നിങ്ങൾക്കറിയാം 2019 ശേഷം കോവിഡ് വരുന്നു. ഓൺലൈൻ ക്ലാസിന്റെ അതിപ്രസരം, ഓൺലൈൻ ക്ലാസ്സസ് നല്ലോണം വരുന്നു. സോ എന്ത് പറ്റും? കുട്ടികളുടെ ലെവല് കൂടി. സോ മാർക്കും കട്ട് ഓഫും എന്ത് ചെയ്യും? കൂടും. കാര്യം എന്താ? എല്ലാവർക്കും ഇപ്പൊ ഓഫ്ലൈൻ ക്ലാസ്സസ് മാത്രമേ കോവിഡിന് മുന്നേ കാര്യമായിട്ടുണ്ടായുള്ളൂ. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒരുപാട് വന്ന സ്ഥിതിക്ക് എന്ത് പറ്റുന്നു? കുട്ടികളുടെ ലെവൽ മൊത്തത്തിൽ കൂടി. സോ വേക്കൻസിയും കാൻഡിഡേറ്റ്സും ഡിഫിക്കൽട്ടി ഓഫ് പേപ്പറും പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസും, അതുപോലെ ചില പോസ്റ്റുകൾക്ക് മെഡിക്കലും ഉണ്ട്. ഇതെല്ലാം നോക്കിയേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? എത്രയാണ് സേഫ് സ്കോർ വരാ, എത്രയാണ് കട്ട് ഓഫ് വരാന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ കട്ട് ഓഫ് അനാലിസിസിന് വലിയ പ്രസക്തി ഇല്ല. അതിന് പ്രസക്തി വരുന്ന എവിടെയാ? നിങ്ങൾക്കൊരു ടാർഗറ്റ് വെക്കാൻ. ഞാൻ ഏകദേശം 100 ക്വസ്റ്റ്യനില്
എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ശരിയാക്കിയാൽ മാത്രമേ, അതായത് ഒരു 90 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് 80 മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു 85 ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് ഒരു 80ന്റെ അടുത്ത് മാർക്ക് കിട്ടുള്ളൂ. സോ ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എത്ര കട്ട് ഓഫ് ആയിരിക്കും സേഫ് സ്കോർന്ന്. അല്ലാതെ നമുക്ക് കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഓരോ സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം 60 ഒക്കെയാണ് ഏതിന് തിരുവനന്തപുരത്ത് പോയിട്ടുള്ളത്. ആ സമയത്ത് നേരെ മുകളിൽ എടുക്ക് അലഹബാദിൽ നോക്ക് 75, 83, 76, 88. അങ്ങനെ കറക്റ്റ് ഓർഡറിലല്ല കട്ട് ഓഫ് പോയിട്ടുള്ളത്. കട്ട് ഓഫ് പല ഓർഡറിലായിട്ടാണ് പോയിട്ടുള്ളത്. സോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന കട്ട് ഓഫ് വരാൻ പോകുന്നതെന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഏകദേശം നിങ്ങൾ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതില് 85 to 90 ക്വസ്റ്റ്യൻസ് എങ്കിലും ആൻസർ ചെയ്ത് അതിനകത്ത് ഒരു 80ക്ക് മുകളിൽ ക്വസ്റ്റ്യൻസ് ശരിയാക്കിയാൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുള്ളൂ. ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കട്ട് ഓഫ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ തവണത്തെ ഒഴിവുകൾ എത്ര. ബാംഗ്ലൂരിൽ ഏകദേശം 500 ചില്ലാനം ഒഴിവുകള്, ചെന്നൈയിലും ഈ പറയുന്ന പോലെ 600 to 700 ഒഴിവുകള്, മുംബൈയിലും ഈ പറയുന്ന പോലെ എത്ര 2000ന്റെ അടുത്ത ഒഴിവുകൾ, സിക്കന്ദരാബാദില് 600ന്റെ അടുത്ത ഒഴിവുകൾ, കേരളത്തില് ഏകദേശം 300 ഒഴിവുകളാണുള്ളത്. ഇത് പ്ലസ് ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാ, ഗ്രാജുവേറ്റ് പ്ലസ് അണ്ടർ ഗ്രാജുവേറ്റ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സോ ഗ്രാജുവേറ്റിന് 8000 ഒഴിവും അണ്ടർ ഗ്രാജുവേറ്റിന് 3000 ഒഴിവാണ് ഈ തവണ ഉള്ളത്. കഴിഞ്ഞ വട്ടം 35,000 ഒഴിവ് രണ്ടും കൂടെ ചേർത്തുണ്ടായി. ഈ തവണ രണ്ടും കൂടെ ചേർത്ത് ഏകദേശം 13,000 ഒഴിവേ ഉള്ളൂ. സോ 1/3 ആയിട്ട് എന്ത് ചെയ്തു, ഒഴിവുകൾ ചുരുങ്ങി. 1/3 ആയിട്ട് ഒഴിവുകൾ കുറയുകയും അതുപോലെ കുട്ടികളുടെ ലെവൽ കൂടുകയും ചെയ്യുമ്പോൾ എന്തായാലും കട്ട് ഓഫ് കൂടുക തന്നെ ചെയ്യും, അല്ലേ? സോ നമ്മുടെ 25 മാർക്ക്, 30 മാർക്ക്, 40 മാർക്ക് മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. ഇതിൽ നിന്ന് മാത്സിന്റെയും റീസണിങ്ങിൽ നിന്നും 50 മാർക്കും ജനറൽ അവയർനെസ്സിന് 30+ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഒരു 80+ സ്കോറിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. സോറി, 80+ സ്കോർ എന്നുള്ളത് സേഫ് സ്കോർ ആയിട്ട് കരുതിയിട്ട് വേണം NTPC പരീക്ഷയ്ക്ക് നിങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന എന്താ, നിങ്ങൾക്ക് കാണാം ലെവൽ 6ന് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലെവൽ 6 ഏറ്റവും നല്ല ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ 80+ മാർക്ക് കിട്ടണം. ആ സമയത്ത് ലെവൽ 2ന് നിങ്ങൾക്ക് കാണാം ഒരു 60ലും 50ലും പല പോസ്റ്റുകളും ഉണ്ട്. കണ്ടോ, 60, 60, 60, 70, 45, 66 ഒക്കെ എല്ലാം 56 ഒക്കെ ഉണ്ട്. അതുപോലെ OBC വരുമ്പോഴത്തേക്കും വീണ്ടും 5 മാർക്ക് കുറയും. സോ OBC-കാരാകുമ്പോൾ നിങ്ങൾക്ക് എന്താ, ഈ 80ൽ ഒരു -5ഉം ഒരു -10 to 20 ഒക്കെ SC ST ഒക്കെ നമുക്ക് കൂട്ടാം. പക്ഷെ ഞാൻ പറയുന്നത് അതൊന്നും നിങ്ങൾ മനസ്സിൽ വയ്ക്കരുത്. നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും സെറ്റ് ചെയ്യുക 80 to 85 മാർക്സ് ആണ് എന്റെ ടാർഗറ്റ്. അതനുസരിച്ച് ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളത് എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അതനുസരിച്ച് പഠിക്കുക, എന്നാൽ മാത്രമേ കയറുള്ളൂ. എളുപ്പമല്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. ഇത് എളുപ്പമാണെന്ന് ആരും പറയുകയില്ല, ഇത് എളുപ്പമല്ല താനും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റും. കാര്യം ഇത്രയും കുട്ടികൾ ക്വാളിഫൈ ചെയ്യുന്നതാണ്. സോ ഇനി ആയാലും ഇനിയുള്ള 1 മന്ത് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള 1 മന്ത് ആണെങ്കിലും മാത്സും റീസണിങ്ങും മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സ്പീഡ് കൂട്ടാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ ജനറൽ അവയർനെസ് പഠിച്ച ടോപ്പിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, കമ്പ്യൂട്ടർ, എക്കണോമി, ഇവരെല്ലാം ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതില് ഏതാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ NTPCയുടെ ഓറിയന്റേഷൻ വീഡിയോസ് കുറെ എടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ്സിനും റീസണിങ്ങിനും മാത്തമാറ്റിക്സിനും എല്ലാത്തിനും ഓറിയന്റേഷൻസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്നുണ്ട് ഹിസ്റ്ററിന്ന് ഇത്രയും ചോദ്യം, പൊളിറ്റിന്ന് ഇത്രയും ചോദ്യം, അങ്ങനെ ചോദ്യങ്ങൾ എത്രത്തോളാണ് ചോദിക്കുന്നത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാം ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയ ഏതാണ്, അതിന് കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ട് പഠനം തുടരാം. നമുക്ക് മനസ്സിലായി ഏകദേശം മെയ് ജൂണിലാണ് എക്സാം വരിക. സോ നമ്മുടെ മുന്നിൽ 1 മന്ത് ഉണ്ട്. സോ 1 മന്തിൽ നമുക്ക് ഒരു 80+ എന്ന സ്കോറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ജനറൽ അവയർനെസ് മാക്സിമം റിവൈസ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ മാത്സ് ആൻഡ് റീസണിങ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള സൊല്യൂഷൻ. അതിൽ തന്നെ ഹൈ വെയിറ്റേജ് ഏരിയയും മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യനും റിവിഷൻ ക്ലാസ്സുകളും ഇനി നിങ്ങൾക്ക് ഇതിന്റെ പുറകെ വരുന്നുണ്ടാവും.
ഓക്കെ, നിങ്ങൾ ഓറിയന്റേഷൻ കാണുക ഒന്നും കൂടെ, അതിനകത്ത് ഹൈ വെയിറ്റേജ് സെഷൻസ് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ജനറൽ അവയർനെസ്സിലാണെങ്കിലും മാത്സിലാണെങ്കിലും റീസണിങ്ങിലാണെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ഒരു ടേബിൾ വെച്ചിട്ട് ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് ഞാൻ ഇതിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ആ വീഡിയോസ് നിങ്ങൾ പോയി കണ്ടു നോക്കുക. നമ്മുടെ NTPCയുടെ വീഡിയോസ് 3 കടമ്പ കടക്കാം, RRB NTPC ജനറൽ അവയർനെസ് കടമ്പ കടക്കാം എന്ന് പറയുന്ന വീഡിയോ, പിന്നെ ജനറൽ അവയർനെസ്സിലെ തന്നെ മാത്തമാറ്റിക്സിന്റെ വീഡിയോ, റീസണിങ്ങിന്റെ വീഡിയോ, ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണുക, മാക്സിമം ഉപയോഗിക്കുക. ഇനിയുള്ള 1 മന്ത് പരീക്ഷയെ മനസ്സിലാക്കുക, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ്, ഒരു RRBയുടെ റെസ്പോൺസ് ഷീറ്റ്, RRB NTPCയുടെ കഴിഞ്ഞ റെസ്പോൺസ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇതിന് തൊട്ട് പുറകെ വരുന്നുണ്ടാവും. അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏതാണ് ഹൈ വെയിറ്റേജ് ഏരിയ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റെസ്പോൺസ് ഷീറ്റ് എങ്ങനെയാ വരിക, നിങ്ങൾക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരിക, അതെങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ എല്ലാവരും പഠിക്കുക, ഒരു സമയം പോലും കളയാനില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ടൈം NTPC കൊണ്ട് ചെലവാക്കിയാൽ നിങ്ങൾക്ക് ഒരു ജോലിയുമായിട്ട് പുറത്തിറങ്ങാം. സോ എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.